ശർക്കര വരട്ടിക്ക് കോട്ടിംഗ് ശരിയായി പിടിക്കാറില്ലേ? ഞാൻ ചെയ്യുന്ന ഈ ഒരു ട്രിക്ക് മാത്രം മതി, നല്ല ക്രിസ്പി ആൻഡ് പെർഫെക്റ്റ് കോട്ടിംഗ് കിട്ടും. വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു 7 കിലോയുടെ കൊലയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ബനാന ചിപ്സ് ഉണ്ടാക്കുന്നുണ്ട്, ശർക്കര വരട്ടി ഉണ്ടാക്കുന്നത്. ഓണം സ്പെഷ്യലായിട്ട് ഇത്തവണ നമ്മൾ ശർക്കര വരട്ടിയും ബനാന ചിപ്സിലേക്കാണ് പോയിരിക്കുന്നത്. നമുക്കിങ്ങനെ നന്നായിട്ട് ഇതൊന്ന് മുറിച്ച് തൊലിയൊക്കെ പൊളിച്ച് വെള്ളത്തിൽ നല്ല ഇട്ട് വെച്ച് ക്ലീനാക്കാം. ഇത് ക്ലീനായി കഴിഞ്ഞ ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഈ ചിപ്സിൻ്റെ കായലേക്ക് മഞ്ഞ കളർ പിടിപ്പിക്കാൻ വേണ്ടിയിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി നന്നായിട്ട് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ചകിരി ഉണ്ടല്ലോ, തേങ്ങയുടെ ഉള്ളിലത്തെ ഭാഗം ചകിരി വെച്ച് നന്നായിട്ട് അതിൻ്റെ പുറം ഭാഗമൊക്കെ ഒന്നും കൂടി തേക്കും കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ തൊലിയുടെ ഭാഗങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ട് ഒരു നല്ല തുണി കൊണ്ട്, ഉണങ്ങിയ തുണി കൊണ്ട് നമ്മൾ തുടച്ച് വൃത്തിയാക്കി ഇതിങ്ങനെ വെച്ച ശേഷം നല്ല നൈസായിട്ട് അരിയണം കേട്ടോ. അതിന് എല്ലാത്തിനും ഒരു ഈവനായിട്ടുള്ള തിക്നെസ്സോട് കൂടി, എന്നാലേ നമുക്ക് നന്നായിട്ടത് നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മൾ ശർക്കര വരട്ടിന് വേണ്ടിയിട്ട് ഇതേപോലെയാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് ചിപ്സിന് വേണ്ടിയിട്ടാണ് വട്ടത്തിൽ, ഇത് ചിപ്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിഞ്ഞിരിക്കുന്നത്. മറ്റു നമ്മൾ ഒരു ക്രോസ് ആയിട്ട് അരിയുക കേട്ടോ. അത് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഒരു 2 ലിറ്ററോളം വെളിച്ചെണ്ണ നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ നന്നായി തിളച്ച് വന്നതിന് ശേഷം നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ മുഴുവൻ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. ഓണായിട്ട് നമ്മുടെ സ്പെഷ്യൽ ബനാന ക്രിസ്പി ചിപ്സും പിന്നെ ശർക്കര വരട്ടിയാണ്. ഇനി നമ്മൾ ഒരു 90% ഇത് ഫ്രൈ ആയി കഴിയുമ്പോൾ നമ്മൾ ഉപ്പ് കലക്കിയ വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിപ്സിൽ നല്ല ഉപ്പ് പിടിക്കുന്നത്. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നന്നായിട്ട് ഫ്രൈ ആയ ശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് പകർത്തി വയ്ക്കുന്നുണ്ട്. ഇത് നമ്മുടെ അടിപൊളി ക്രിസ്പി ബനാന ചിപ്സ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നമുക്ക് ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രോസ് ആയിട്ട് മുറിച്ചിട്ട് തിക്കായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ മുറിച്ചിട്ടുള്ളതും കൂടി നമുക്ക് നന്നായി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് കുറേ നേരം എടുക്കും, നന്നായിട്ട് ഫ്രൈ ആവണമല്ലോ. അപ്പോൾ ഇത് 1/4-3/4 മണിക്കൂർ എടുക്കും കേട്ടോ. ആ ഒരു ടൈമിങ്ങിൽ എടുക്കും. നിങ്ങൾ നോക്കിയിട്ട് ചെയ്താൽ മതി. നല്ല ക്രിസ്പി ആയിരിക്കണം, എടുത്ത് പൊട്ടിക്കുമ്പോൾ നല്ല ക്രിസ്പി ആവണം. പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് 1/2 കിലോ ശർക്കര, ഇവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളമായിട്ട് ശർക്കര പാനി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അതിനൊരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇനി നമ്മളിത് പഞ്ചസാരയും ഏലക്കപ്പൊടിയും കൂടെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ചുക്കും ജീരകവും കൂടെ പൊടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ശർക്കര വരട്ടിക്ക് ആവശ്യമുണ്ട്. ഇനി നമ്മൾ പാവ് കാച്ചി വെച്ചത് ആ ഒരു നൂൽ പരുവെന്ന് പറയും കേട്ടോ. ഇതിൻ്റെ മെയിൻ പോയിൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ശർക്കര പാവ് നന്നായിട്ട് ഇതിൽ ഒരു നൂൽ പരുവത്തിൽ വരണേ. നമ്മൾ വേറെ പാത്രത്തിൽ നേരത്തെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ട് ജസ്റ്റ് അതൊന്ന് അരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ഉരുളിയിലേക്ക് ഒഴിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ ആ നൂൽപ്പരുവം എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ 2 ഡ്രോപ്പ് അതിൽ ഒറ്റിച്ച് നോക്കുമ്പോൾ അത് ആ വെള്ളത്തിൽ മിക്സായി പോകാണ്ട് ഇങ്ങനെ കിടക്കുകയാണെങ്കിൽ നമുക്ക് ഇത് കറക്റ്റ് ആ നൂൽപ്പരുവായി എന്ന് നമ്മൾ വിചാരിക്കും കേട്ടോ. ഇതാണ് നമ്മളിത് അതിലേക്ക് നമ്മൾ ആ ഡ്രോപ്പ് ഒറ്റിച്ചപ്പോൾ അത് കലങ്ങി പോകുന്നില്ല. ഇത് വെള്ളമാണ്, വെള്ളത്തിലാണ് നമ്മൾ ഒറ്റിച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ കൈവച്ച് കലക്കുമ്പോഴാണ്. അപ്പോൾ ഇത് കറക്റ്റ് പരുവായി. ഇനി ഇതാണ് ഇതിൻ്റെ മെയിൻ ട്രിക്ക് കേട്ടോ. അപ്പം ഞാനിതിലൊരു ട്രിക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മെയിൻ ട്രിക്ക്. പിന്നെ നമ്മളൊരു 3 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ശർക്കരപ്പാവ് നന്നായി അരിച്ചെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ചേർത്ത് ശരിയായ പാകത്തിൽ ഒരു നൂൽ പരുവത്തിൽ എത്തിച്ച ശേഷം നമുക്ക് നേരത്തെ പഞ്ചസാരയും ഏലക്കപ്പൊടിയും അതുപോലെ ചുക്കും ജീരകവും ചേർത്ത് 2 പൊടിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഫുള്ള് ഇടണ്ട. ഇനി ഇത് കുറച്ചൊരു 2 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി കേട്ടോ. ഇനി ഫുള്ള് ഇടേണ്ട ആവശ്യമില്ല, നമ്മൾ ലാസ്റ്റാണ് ബാക്കി ഇടുന്നത്. ഇതും ഒരു ടിപ്പിൽ പെടുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ശർക്കരപ്പാവ് നന്നായിട്ട് ഈ അരിച്ചെടുത്തിട്ട് നെയ്യ് ചേർത്ത ശേഷം നമ്മൾ ബനാന ഈ ടൈമിൽ ചേർക്കുമ്പോൾ നമ്മുടെ കോട്ടിങ് നല്ലപോലെ പിടിക്കാനും ശർക്കര വരട്ടി അധികം ഒട്ടിപ്പിടിക്കാതിരിക്കാനും ഒക്കെ നമുക്ക് സഹായിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബനാന ചിപ്സ് ഇതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് വെക്കണം. ഇനി ഈ ഒരു പരുവത്തിൽ നമ്മൾ ഇതിൽ സമയം നോക്കി എത്ര സമയം ഇങ്ങനെ പിടിപ്പിക്കണം എന്നല്ല കേട്ടോ. ചിപ്സ് ചേർത്ത ശേഷം നമ്മൾ സമയം നോക്കിയിട്ടല്ല, ശർക്കരയുടെ കോട്ടിങ് വരണ്ട് വരും കേട്ടോ. വരണ്ട് തുടങ്ങുമ്പോഴാണ് നമ്മൾ ഇളക്കുന്നത് നിർത്തേണ്ടത്. ഇനി ഈ ടൈമിൽ നമ്മൾ ബാക്കിയുള്ള നമ്മുടെ പഞ്ചസാരയും ഏലക്കപ്പൊടിയും അതുപോലെ ചുക്കും ജീരകപ്പൊടിയും നമ്മൾ ബാക്കിയുള്ളതും കൂടി ഫിനിഷ് ചെയ്ത് കൊടുക്കുകയാണ്, ഇതിലിട്ട് കൊടുക്കുകയാണ്. ആക്ച്വലി ഇത് ഇളക്കുന്ന ആ ഒരു വരണ്ട് വരുന്ന ടൈമിലാണ് കേട്ടോ നമ്മളിത് നിർത്തേണ്ടത്. അതുവരെ നമ്മളൊരു 2-3 മിനിറ്റെങ്കിലും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ നമുക്കൊരു ഡ്രൈ ഫീലിംഗ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ദേ ഇവിടെ
നമുക്ക് എല്ലാം ഒന്ന് സെറ്റായിട്ട് വരുന്ന പോലെ ഉണ്ട്. ഡ്രൈ ആയിട്ട് ഒന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ ഒരു ടൈം ആകുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആയപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കോട്ടിംഗ് എല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2-3 സെക്കൻഡ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി വെക്കാം കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. അല്ലാതെ ഈ ടൈമിൽ നമ്മൾ അതിൽ തന്നെ വെച്ചിരുന്നാൽ നമുക്ക് എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ പകർത്തി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ക്രിസ്റ്റലിനായിട്ട് തോന്നണമെങ്കിൽ നമുക്ക് 1 സ്പൂണ് ഇങ്ങനെ പഞ്ചസാര ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ പകുതി മുക്കാലോളം നമ്മൾ മാറ്റി വെച്ച ശേഷം ഈ കുറച്ച് എണ്ണത്തിൽ നമ്മളിങ്ങനെ ക്രിസ്റ്റലിനായിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര തൂവി കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ശർക്കര വരട്ടി ഇവിടെ റെഡിയായി. നേരത്തെ തന്നെ നമ്മുടെ ക്രിസ്പി ബനാന ചിപ്സ് ഇവിടെ റെഡിയായി. അപ്പം നമ്മളിതിൽ 2-3 ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി ഇതാണ് നമ്മളിങ്ങനെ തന്നെ നമ്മുടെ വീട്ടിൽ അടിപൊളിയായിട്ട് ഇങ്ങനെ ബനാന ചിപ്സും ശർക്കര വരട്ടിയൊക്കെ ഉണ്ടാക്കിയ നമ്മുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ വലിയവർക്കുമൊക്കെ നല്ല എണ്ണയിൽ ശുദ്ധമായ നെയ്യിലൊക്കെ നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കുമ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിച്ചുകൂടെ. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ചുക്കും അതുപോലെ ഏലക്കയൊക്കെ വരുന്നത് ഒന്ന് ചുക്കും ജീരകവും പറയുമ്പോൾ തന്നെ കുറച്ച് വയറിൻ്റെ സംബന്ധമായിട്ടും ഒക്കെ നല്ല രീതിയിൽ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ ട്രിക്കുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ പറയണം കേട്ടോ. എങ്ങനെയുണ്ട്?